ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സൽവാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് കാണിച്ചു തരുന്നത്. അപ്പം വളരെ സിമ്പിൾ മെത്തേഡിലാണ് നമ്മൾ ഈ സൽവാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരാൾക്കും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ അളവുകളും പറയുന്നത്. അവനവൻ്റെ അളവുകൾ എടുത്ത് ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിനായിട്ട് 2.5 മീറ്റർ മെയിൻ ഫാബ്രിക്കും ലൈനിങ് 2 മീറ്ററുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്കൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈനിങ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ള വീഡിയോയും നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് അറിയാൻ വയ്യാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇത് ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് ക്ലോത്തിനെ നമ്മൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. 4ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് എപ്പോഴും നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത്. നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത് ആ ലെങ്തിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറച്ചാണ് നമ്മളുടെ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് എടുക്കേണ്ടത്. അതായത് നമ്മളുടെ മെയിൻ ഫാബ്രിക്കിന് എടുക്കുന്നതിനെക്കാട്ടിലും 3 ഇഞ്ച് കുറച്ച്. നമ്മളിപ്പോൾ 39 ഇഞ്ചാണ് ലൈനിങ് ക്ലോത്തിന് ലെങ്ത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ എടുക്കുന്നത് അതിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് നമ്മൾ ലൈനിങ്ങിന് എടുത്താൽ മതി. അത്രയേ ഉള്ളേ. ഇനി നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഷോൾഡർ എത്രയാണോ അതിനെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. നമുക്ക് 14ആണ്, അതിൻ്റെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 7 ഇഞ്ചെന്ന് കിട്ടും. ആ 7 ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആം ഹോളാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ച് 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി കൈവണ്ണം അനുസരിച്ച് 7 ഇഞ്ചോ 7.5 ഇഞ്ചോ അതൊക്കെ നമ്മളുടെ അളവനുസരിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് എടുക്കുന്ന മെത്തേഡൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ആ രീതിയിൽ കണ്ടു നോക്കി എടുത്താൽ മതിയേ. നമ്മൾ എങ്ങനെയാണ് ഒരു ചുരിദാറിൽ നിന്ന് അളവെടുത്ത് ചെയ്യുന്നതെന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് ഒരു അളവെടുത്ത് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ അളവാണ് പറയുന്നത്. നമ്മൾ ഒരു ഓൾഡ് ചുരിദാറിൽ നിന്ന് നമുക്ക് കറക്റ്റ് പാകമായ ചുരിദാറിൽ നിന്ന് അളവെടുത്താണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ഓൾഡ് ചുരിദാറിൽ നിന്ന് അളവെടുക്കുക, അത് കറക്റ്റ് പാകമായിരിക്കണം. അപ്പം നമ്മൾ ആം ഹോളിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഭാഗം അങ്ങ് എടുത്താൽ മതി. അല്ലാതെ ചെസ്റ്റ് ബെസ്റ്റ് അങ്ങനെ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആം ഹോളിൻ്റെ തൊട്ട് താഴെയുള്ള ആം ഹോൾ ടു ആം ഹോൾ എന്നുള്ള ആ വിഡ്ത്ത് നമ്മൾ എടുക്കുക. അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത്, അതായത് 2 സൈഡിലുള്ള ടോട്ടൽ വിഡ്ത്ത് എടുക്കുക. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന, കാരണം നമ്മൾ ക്ലോത്ത് 4ആയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന ആ ആൻസറിനെ നമ്മളുടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നമുക്ക് സീം അലവൻസ് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ മെത്തേഡിലാണ് ഇപ്പം നമ്മൾ ഒരു ഓൾഡ് ചുരിദാറിൽ നിന്ന് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സീം അലവൻസ് നമ്മൾ പിന്നീട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അളവെടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ചിങ് പോയിൻ്റ് തൊട്ട് അടുത്ത സ്റ്റിച്ചിങ് പോയിൻ്റ് വരെയുള്ള അളവെടുക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ അളവാണ് എടുക്കേണ്ടത്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള സീം അലവൻസ് എത്രയാണോ അത്രയും കൊടുത്താൽ മതിയേ. പിന്നെ നമ്മൾ ആം ഹോൾ കർവാണ് വരയ്ക്കാൻ പോകുന്നത്. ബാക്ക് ആം ഹോളാണ് നമ്മൾ ഫസ്റ്റ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് ഇതുപോലെ കർവ് കൊടുത്തിരിക്കുന്നത്. ഇനി ആ 1 ഇഞ്ചിൽ നിന്നാണ് നമ്മൾ 1/2 ഇഞ്ച് അകത്തേക്ക് കൊടുത്ത് ഇങ്ങനെയാണ് ഫ്രണ്ട് ആം ഹോളും നമ്മൾ വരച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഏതൊരാളുടെ അളവും നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു തരാൻ സാധിക്കത്തില്ല. ഇതൊരു മോഡലായിട്ട് എടുത്തുകൊണ്ട് നമ്മളുടെ അളവുമായിട്ട് നമ്മൾ, കാരണം എല്ലാവരുടെയും ബോഡി ഷേപ്പ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വരും. അപ്പോൾ എന്താണെന്ന് അതിൻ്റെ വ്യത്യാസം എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറയുന്നത് പോലെ ഇത് ഡെയിലി കറക്റ്റായിട്ട് നമ്മൾ പല പ്രാവശ്യം ചുരിദാർ തയ്ക്കുമ്പോഴത്തേന് ആദ്യമായിട്ട് തയ്ക്കുന്നവരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ അതുകൊണ്ട് ആം ഹോളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് പിന്നീട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം
നമ്മൾ വേസ്റ്റിൻ്റെ അളവാണ് എടുക്കേണ്ടത്. നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് വേസ്റ്റ് പോയിന്റ് നമ്മളിപ്പോൾ 12 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ പൊക്കം അനുസരിച്ച് 13, 14 അതൊക്കെ എടുക്കാവേ. നമുക്കിപ്പോൾ 12 ഇഞ്ച് മതി. നമ്മൾ ടോട്ടൽ വേസ്റ്റിൻ്റെ അളവ് എടുക്കുക, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്നത് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ സീം അലവൻസ് കൊടുക്കുക. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മളുടെ എല്ലാ മെഷർമെൻറ്റും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് ഹിപ്പ് പോയിൻ്റാണ് മാർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പം 18 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ പൊക്കം കൂടുന്നതനുസരിച്ച് 19, 20 ഇഞ്ച് വരെ എടുക്കാം. നമുക്കിപ്പോൾ ഒരു 18 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 18 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടോട്ടൽ ഹിപ്പ് എത്രയാണെന്നുള്ള അളവ് അതും ചുരിദാറിൽ നിന്ന് തന്നെ അളന്നെടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് ഇടാവുള്ളൂ. അവിടെ കൂടുതൽ ഇടരുത്. കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ്. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. എപ്പോഴും നമ്മൾ ഹിപ്പിൻ്റെ അവിടെ 1 ഇഞ്ച് കൊടുത്താൽ മതി. 1 ഇഞ്ച് മാക്സിമം ആണ്. 1/2 ഇഞ്ച് കൊടുക്കുന്നവരും ഉണ്ട്. 1 ഇഞ്ച് കൊടുത്താൽ മതി ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർ. എന്നിട്ട് ഇനി ഈ ഹിപ്പ് പോയിന്റിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്തുള്ള അളവ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബോട്ടം ഭാഗത്തെ ഒരുപാടൊന്നും ബോട്ടം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഹിപ്പിൻ്റെ അതേ സെയിം അളവ് കൊടുത്താലും ഒരു പ്രശ്നവുമില്ല. എന്നിട്ട് ഇനി നമ്മൾ ഇതെല്ലാം ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ്. സീം അലവൻസിലൂടെയാണ് നമ്മൾ എപ്പോഴും അളവുകൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ നമ്മളിങ്ങനെ ആം ഹോൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്ക് ആം ഹോളാണ് കട്ട് ചെയ്യുന്നത്. ആ അളവിൽ നമ്മൾ ഒരുമിച്ചിട്ടങ്ങ് കട്ട് ചെയ്യുന്നു. ഇവിടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു പീസ് എടുത്ത് ബാക്ക് ആം ഹോൾ മാറ്റി വെച്ചതിന് ശേഷം, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ, അങ്ങനെ വെച്ചതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ മാത്രമാണ് നമ്മളിത് ഇത്രയും ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ആ ബാക്ക് ഭാഗവും കൂടെ ഇങ്ങനെ ഒന്ന് നിവർത്തിയിടാം. ഇനി നമ്മളിതാ ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് വേസ്റ്റിൻ്റെ ഭാഗത്തും ഒക്കെ ഇങ്ങനെ ഒന്ന് സ്മോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെ യൂസ്ഫുള്ളായി മാറുവേ. ഇനി നമ്മൾ ഇതേ സെയിം രീതിയിൽ നമ്മളുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ലൈനിങ് ക്ലോത്തിൻ്റെ ബോട്ടം ഭാഗം ഇതുപോലെ 2 ടൈംസ് ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചുരിദാറിൻ്റെ ലൈനിങ് പീസിൻ്റെ ബോട്ടം ഭാഗമാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ലൈനിങ് പീസിനെക്കാട്ടിലും 3 ഇഞ്ചോളം കൂടുതലിട്ടാണ്, ലെങ്ത് കൂടുതലിട്ടാണ് നമുക്ക് മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അവിടെ മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ്. ബാക്കിയൊക്കെ നമ്മൾ ഒരു അല്പം വിട്ട് കൂടുതൽ സൈഡുകളിലിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഏകദേശം ഒരു ഇഞ്ച് വരെ 2 സൈഡിലും കൂടുതലിട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് അയൺ ചെയ്ത് നന്നായിട്ട് കറക്റ്റായിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാവേ. വളരെ എളുപ്പത്തിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുന്ന മെത്തേഡ് നമ്മൾ ഇതിൻ്റെ മുന്നിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ അയൺ ചെയ്ത് പിൻ കുത്തിയെടുത്തു. അതിനുശേഷം ഇതിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ആ സൈഡുകളിൽ കൂടുതലായിട്ട് നിന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുവാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്ക് 2 സൈഡും ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ നെക്കാണ് കട്ട് ചെയ്യുന്നത്. നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മളിതാ ഒരു ഇൻ്റർഫേസിങ് ഫാബ്രിക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നിർബന്ധവും ഇല്ല ഇൻ്റർഫേസിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നുള്ളത്. നമ്മളിപ്പോൾ ഈ ഇൻ്റർഫേസിങ്ങിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് ഒരു 15 ഇഞ്ചും വിഡ്ത്ത് 13 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. നമ്മളിത് ഒട്ടിച്ച് കൊടുത്തിരിക്കുന്നത് ഒരു അല്പം കട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്, ഒരു നിർബന്ധവും ഇല്ല. എന്നിട്ട് അതിനെ രണ്ടായിട്ട് കറക്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് 3 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളൊരു 12 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. 12 ഇഞ്ച് ലെങ്തും കൊടുക്കുകയാണ്. അവിടെ വീണ്ടും ഒന്ന് 3 ഇഞ്ച് കറക്റ്റ് എത്രയാണെന്ന് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഈ ഭാഗങ്ങൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഒരു ക്ലോത്ത് എടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ആ ക്ലോത്തിലേക്ക് നമ്മളുടെ ഇപ്പം കട്ട് ചെയ്ത ആ മെയിൻ ക്ലോത്തൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത് ആ അകത്തെ ഭാഗം മാറ്റിയതിന് ശേഷം നമ്മൾ ഈ സൈഡുകൾ കണ്ടോ, കോർണർ തിരിച്ചിടുമ്പോൾ നീറ്റാകാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ തിരിച്ചിടുന്നു. എന്നിട്ട് ആ ഉള്ളിൽ വെച്ച് കൊടുത്ത പീസില്ലേ, ആ പീസിൻ്റെ സൈഡ് നമ്മളിങ്ങനെയൊന്ന് എല്ലാ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഫുൾ ഡീറ്റെയിൽഡായിട്ടുള്ള ഓരോ പോയിൻ്റ്, കുഞ്ഞു കുഞ്ഞു പോയിൻറ്റുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. നല്ല ക്ലിയർ ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് തിരിച്ചൊന്ന് നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പ്രസ് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പീസസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഒരു 7.5 ഇഞ്ചോളം ലെങ്തും ഒരു 5 ഇഞ്ച് വിഡ്ത്തുമുള്ള പീസസ് ആണ് നമ്മളിങ്ങനെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ ഷേപ്പിൽ നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന പോലെ ഇതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഈ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ട് ഇതിൻ്റെ എല്ലാ പീസസും വെക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തിയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ ഉള്ള വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം എന്താ ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് കറക്റ്റായിട്ട് പിൻ കുത്തി കൊടുത്ത് കറക്റ്റായിട്ട് ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അതിൻ്റെ നടുഭാഗത്തായിട്ട് കറക്റ്റ് മിഡ് പോയിൻറ്റിൽ നമ്മൾ ബീഡ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ഇൻ്റർഫേസിങ് ഒട്ടിച്ച് 10 ഇഞ്ച് ലെങ്തും 7 ഇഞ്ചും വിഡ്ത്തും ഉള്ള ഒരു പീസ് ഇങ്ങനെ എടുത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് വിഡ്ത്ത് നമുക്ക് 3 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതേ 3 ഇഞ്ച് തന്നെയാണ് ബാക്കിൽ നമ്മൾ കൊടുക്കേണ്ടത്. ലെങ്ത് നമ്മളിവിടെ ഒരു 4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലെങ്ത് കൊടുക്കാവേ. അതിനുശേഷം നമ്മളിതാ ഈ ഭാഗങ്ങളെ ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് 1 ഇഞ്ച് ഈ വരച്ച പോയിന്റിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗങ്ങൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ വരച്ചു കൊടുത്തത് അതേ ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗവും നമ്മളിതാ ഇതുപോലെ വരച്ചു കൊടുത്ത രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് നമ്മൾ ഈ പീസിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ബാക്ക് സൈഡിൽ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ കറക്റ്റ് സെൻറ്ററിൻ്റെ ആ പാടുണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ത്രെഡിൽ കട്ട് ചെയ്യാതെ നമ്മളിതാ ഈ ഭാഗങ്ങളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ തിരിച്ചിടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ തിരിച്ച് നമ്മൾ ആ വെച്ച് കൊടുത്ത പീസിൻ്റെ പുറത്തു കൂടി ഒന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്താൽ തിരിച്ചിടുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ പുറത്തുകൂടെ ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ലേ. അങ്ങനെ ചെയ്ത് കൊടുക്കുന്നവർക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരുന്നോളൂ. ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഹെമ്മിങ് ആണ്, ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്താ ഇതുപോലെ നീറ്റായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഷോൾഡറുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. സാധാ രീതിയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇതല്ലാതെ ഷോൾഡർ നമ്മൾ ഇൻവിസിബിളായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അതിഷ്ടമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കാം, അറിയാൻ വയ്യാത്തവർക്ക്. അപ്പോൾ എന്താ ഇതുപോലെ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവും കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇതിൻ്റെ മുന്നിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ക്ലോത്തിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ട ആ ലെങ്ത് എടുക്കുക. നമ്മൾ വിഡ്ത്ത് എടുക്കുന്ന മെത്തേഡൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം അറിയാൻ വയ്യാത്തവരതൊന്നും കണ്ടു നോക്കിയാൽ മതി. നമ്മൾ പിന്നെ ഡൗൺ വേർഡ് ഒരു 3.5 ഇഞ്ച് കൊടുത്തു, സീം അലവൻസ് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ കാണുക. എന്നിട്ട് ആ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അധികം ഷാർപ്പാകാത്ത രീതിയിൽ ഒരു കർവോടുകൂടി ഇങ്ങനെ വന്ന് ഈ ഭാഗം വരുമ്പോൾ ഇങ്ങനെ കുഴിച്ചെടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമ്മൾ സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്താണ് സീം അലവൻസ് ഉൾപ്പെടെ ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എത്രയാണോ ആവശ്യത്തിന് വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഈ ബോട്ടം ഭാഗത്ത് ഒരല്പം ഇങ്ങനെ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ മടക്ക് ഭാഗം അവിടെ
മടക്കാനുള്ളത് കിട്ടും. എന്നിട്ട് ഈ ഭാഗമെല്ലാം നമ്മൾ എങ്ങനെയാണോ വരച്ച് കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഈ ബോട്ടം ഭാഗം ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ക്ലോസ് ആയിട്ടാണ് നമ്മുടെ ക്ലോത്ത് ഇരുന്നത്, അതുകൊണ്ട് അങ്ങനെ നമ്മൾ കൊടുക്കുന്നു. ഇനി നമ്മൾ നമ്മളുടെ സ്ലീവിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കുക, അല്ലെങ്കിൽ ചീത്ത വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെക്കുക. എങ്ങനെയാണേലും ഒരുപോലുള്ള ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷന്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത്. ഇനി നമ്മൾ ഇതാ സ്ലീവ് നമ്മളുടെ മെയിൻ ക്ലോത്തിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുന്നു. ഹിപ്പ് വരെ നമ്മൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്ലിറ്റും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ഭാഗങ്ങളെല്ലാം സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതിൽ ഇട്ടിട്ടുണ്ട്. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് വിഡ്ത്തിലാണ് നമ്മൾ സൈഡ് ഒക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലുള്ള അളവിലാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ചുരിദാറിൽ നിന്ന് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതെല്ലാം യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മളെല്ലാ വീഡിയോസും ഇട്ടിരിക്കുന്നത്. നമുക്ക് പിന്നെ ഒരു ഫേസ്ബുക്കും ഉണ്ട്, ഇൻസ്റ്റയും ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, തയ്ച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക, ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എപ്പോഴും സപ്പോർട്ട് തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.